അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ജലാറ്റിൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന 50 ഗ്രാം ആണ്. പിന്നെ അനാറ്, ആപ്പിള്, ഓറഞ്ച്, പിന്നെ മാങ്ങ. ഇത് 2 ടൈപ്പ് മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഷമാമ് ഇത്രയൊന്നും വേണ്ട, നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര എടുത്തത്. കുറച്ച് മതി. പിന്നെ പച്ചമുന്തിരി, കറുത്ത മുന്തിരി. നിങ്ങൾക്ക് വേണമെങ്കിൽ കിവി, പപ്പായ, സ്ട്രോബെറി, പേരയ്ക്ക ഇങ്ങനത്തെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എത്രത്തോളം ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നു അത്രത്തോളം കേക്കിന് ഭംഗി കൂടും. ഇനി നമുക്ക് വേണ്ടത് ജലാറ്റിൻ കലക്കാനുള്ള ഒരു ബൗള്, 1 കപ്പ് പഞ്ചസാര, ഒരു പാത്രത്തിൽ വെള്ളം. ഞാൻ 3/4 ലിറ്റർ വെള്ളമാണ് എടുത്തത്. 50 ഗ്രാം ജലാറ്റിൻ ആയതുകൊണ്ടാണ് 3/4 ലിറ്റർ വെള്ളം. പിന്നെ കേക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവിൽ പാത്രം എടുക്കാം. അതിനനുസരിച്ച് ഫ്രൂട്ട്സിന്റെ അളവ് വ്യത്യാസപ്പെടുത്തേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം വൃത്തിയായി കഴുകി നല്ല ഭംഗിയായി മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനെ ഏൽപ്പിക്കും. അപ്പൊ ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചിട്ടുണ്ട്. മുന്തിരി അടക്കം മുറിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് ജലാറ്റിൻ കലക്കാം. ഞാൻ ഇതിലേക്ക് ഇത്തിരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാൻ പോവാണ്. നന്നായി മിക്സ് ആവുന്നത് വരെ ഇളക്കുക. ഇത്തിരി ലൂസ് ആക്കി എടുക്കണം. അപ്പൊ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ലൈൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെള്ളം ചൂടായി വരുന്നുണ്ട്. ഞാനിപ്പോ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇത് നന്നായി ലായനി ആയി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം പഞ്ചസാര ലൈനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച് ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കഴിഞ്ഞ ഉടനെ ഇത് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. എല്ലാ ഫ്രൂട്ട്സും കൂടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്മൾ എടുത്തു വെച്ച ജലാറ്റിനിലായി കുറച്ച് നമ്മുടെ കേക്കിന്റെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതിന്റെ അടിവശം ഒന്ന് സെറ്റ് ആവുന്നത് അത്രയും അളവിൽ നമുക്ക് ലൈൻ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒഴിച്ചത് ഒരു 3 സ്പൂണാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് മാങ്ങ ഇടുകയാണ്. വ്യത്യസ്ത ടൈപ്പ് മാങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ ടൈപ്പ് മാങ്ങ ഇടുന്നുണ്ട്. നമുക്ക് കുറച്ച് ഷമാം ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരി, അപ്പൊ ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് ഇങ്ങനെ അടുക്കി
ഗ്ലാസ്സിലെടുക്കി വെക്കാം. പറഞ്ഞ പോലെ കുറേ ഫ്രൂട്ട്സ് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ലാവുന്നത് വരെ നമുക്ക് ജലാറ്റിൻ ലൈൻ ഒഴിച്ചു കൊടുക്കാം. ചുറ്റും ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ സൈഡിലും നടുക്കും എല്ലാ ഗ്യാപ്പിൽ കൂടെ ഇറങ്ങുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. സൈഡൊക്കെ ഫില്ലാണ്. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് കവർ ആവുന്നത് വരെ നമുക്ക് ജലാറ്റിൻ ലൈൻ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നന്നായിട്ട് കവർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് തണുക്കാൻ വെക്കാം. അപ്പൊ ഇതൊന്ന് സെറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പൊ ഇതൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കളർ ചേർക്കാൻ പോവാണ്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഫുഡ് കളർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ബീട്രൂട്ടിന്റെ ചാറ് ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ജെല്ലി ആഡ് ചെയ്യാം. ചാറെടുത്തതിന്റെ ആ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ജെല്ലി ഒഴിക്കണം. ഇനി നമുക്കിത് ചുഴച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ നല്ല പിങ്ക് കളറായിട്ടുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂർ മൂടി വെച്ച് തണുക്കാൻ വെക്കാം. നമ്മളിത് സെറ്റ് ആവാൻ വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അഥവാ ഇത് വിട്ടു പോരുന്നില്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഒന്ന് സൈഡിൽ നിന്ന് വിടിയിപ്പിച്ചെടുക്കാം. പിന്നെ നമുക്കിത് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം.